അടുത്തത് അൽ അലീം എന്ന നാമമാണ്. അൽ അലീം, എല്ലാം അറിയുന്നവൻ എന്നാണ് അതിൻ്റെ ആശയം. ഇൽമ് എന്നതാണ് അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള സിഫത്ത്. വിശുദ്ധ ഖുർആനിൽ 150-ലധികം തവണ അൽ അലീം എന്നുള്ള നാമം വന്നിട്ടുണ്ട്. ചില ആയത്തുകൾ സൂറത്തുർ റൂമിലെ 54-ാമത്തെ ആയത്തിൽ യഖ്ലുഖു മാ യശാഉ വഹുവൽ അലീമുൽ ഖദീർ, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു, അവനെല്ലാം അറിയുന്നവനും എല്ലാത്തിനും കഴിവുള്ളവനുമാണ്. സൂറത്തു നിസായിലെ 70-ാമത്തെ ആയത്തിൽ വകഫാ ബില്ലാഹി അലീമ, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം അറിയുന്നവനാണ്, അല്ലാഹു മതിയായവനാണ് എല്ലാം അറിയുന്നവനായിട്ട്. സൂറത്ത് യാസീനിലെ 38-ാമത്തെ ആയത്തിൽ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, അസീസും അലീമുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ തീരുമാനമാണത്. സൂറത്തുൽ ബഖറയിലെ 181-ാമത്തെ ആയത്തിൽ ഇന്നല്ലാഹ സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. അങ്ങനെ ധാരാളം ആയത്തുകളിൽ അൽ അലീം എന്നുള്ള നാമം വന്നിട്ടുണ്ട്. എന്താണ് അലീം എന്നുള്ള നാമത്തിൻ്റെ അർത്ഥം? എല്ലാവിധ കാര്യങ്ങളെയും, അതിൻ്റെ ബാഹ്യമാവട്ടെ ആന്തരികമാവട്ടെ, അത് പ്രകടമായതാവട്ടെ രഹസ്യമായതുള്ളതാവട്ടെ, എല്ലാത്തിൻ്റെയും അറിവ് പരിപൂർണമായി ഉള്ളവൻ. അത് ആകാശലോകത്തുള്ളതോ ഭൂമിയിലുള്ളതോ ഇപ്പോൾ സംഭവിച്ചതോ സംഭവിച്ചു കഴിഞ്ഞതോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതോ ഇനി സംഭവിക്കാൻ പോകുന്നതോ അങ്ങനെയായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല അറിയുന്നവനാണ്. അതായത് യഅലമു മാ കാന, കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്. വഹുവ കാഇനുൻ, ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എന്താണോ മാ ഹുവ കാഇനുൻ, അത് അള്ളാഹു അറിയുന്നുണ്ട്. യഅലമു മാ സയകൂൻ, എന്താണ് നാളെ നടക്കാൻ പോകുന്നത്, അതും അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അറിയാം. യഅലമു മാ ലം യകുൻ ഇദാ യകൂനു കൈഫ യകൂൻ, സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യം അത് സംഭവിച്ചാൽ എങ്ങനെയാകുമെന്ന് അറിയുന്നവനാണ് അവൻ. ഒരു കാര്യം സംഭവിച്ചിട്ടില്ല, പക്ഷെ അത് സംഭവിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും ഉണ്ടാവുക, ഈ 4 തരത്തിലാണ് അള്ളാഹുവിൻ്റെ ഇൽമ് ഉണ്ടാവുക. കഴിഞ്ഞ കാര്യങ്ങളെ അറിയും, ഇപ്പോൾ നടക്കുന്നത് അറിയും, നടക്കാൻ പോകുന്നത് അറിയും, നടക്കാത്തൊരു കാര്യം അത് നടന്നാൽ എങ്ങനെയാകുമെന്നും അറിയും. ഈ 4 എണ്ണമാണ് അള്ളാഹുവിൻ്റെ ഇൽമിൻ്റെ മർത്തബകൾ. അപ്പോൾ എല്ലാവിധ അറിവും ഉൾക്കൊള്ളുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അൽ അലീം. ഇനി അള്ളാഹുവിൻ്റെ ഇൽമിനെ പറ്റി പറയുന്നിടത്ത് ഖുർആനിൽ വ്യത്യസ്ത തരത്തിൽ പറഞ്ഞത് കാണാം. ഒന്ന്, ആ ഇൽമിൻ്റെ വിശാലത, അത്രയും വിശാലമായിട്ടുള്ള അറിവാണ് അള്ളാഹുവിൻ്റേത് എന്നുള്ള അർത്ഥത്തിൽ അതിൻ്റെ സിഅത്തിനെ, അതിൻ്റെ ആ വിശാലതയെ പ്രതിപാദിക്കുന്ന ആയത്തുകൾ കാണാം. സൂറത്തുൽ അൻആമിലെ 80-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പറഞ്ഞു വസിഅ റബ്ബി കുല്ല ശൈഇൻ ഇൽമാ അഫലാ തതദക്കറൂൻ, എൻ്റെ റബ്ബിൻ്റെ ഇൽമ് എല്ലാം ഉൾക്കൊള്ളുന്നതാണ്, നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ. സൂറത്തുൽ ഗാഫിറിലെ 7-ാമത്തെ ആയത്തിൽ റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമാ, ഞങ്ങളുടെ റബ്ബേ നിന്റെ അറിവും കാരുണ്യവും എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്. അങ്ങനെ ധാരാളം ആയത്തുകളിൽ വസിഅ കുല്ല ശൈഇൻ ഇൽമാ എന്നുള്ള ആശയം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ അറിവിൻ്റെ വിശാലതയെ പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ അറിവ് എല്ലാം ചൂഴ്ന്ന് എല്ലാത്തിൻ്റെയും പൂർണ്ണമായി അറിയുന്നതാണ്, ഒന്നും നഷ്ടപ്പെടാതെ പൂർണ്ണമായി അറിയുന്നതാണ് എന്ന തരത്തിൽ ഇഹാത്തത്തിനെ അറിയിക്കുന്ന ആയത്തുകൾ കാണാം. ഇപ്പോൾ സൂറത്ത് ആല ഇമ്രാനിലെ 120-ാമത്തെ ആയത്തിൽ ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത്ത്, നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ ചൂഴ്ന്ന് പൂർണ്ണമായി എല്ലാതും ഉൾക്കൊള്ളുന്ന രീതിയിൽ അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അതുപോലെ മറ്റൊരായത്തിൽ ഇന്ന റബ്ബി ബിമാ തഅമലൂന മുഹീത്ത്, സൂറത്ത് ഹൂദിലെ 92-ാമത്തെ ആയത്തിൽ. അതുപോലെ സൂറത്ത് നിസായിലെ 108-ാമത്തെ ആയത്തിൽ വകാന അല്ലാഹു ബിമാ യഅമലൂന മുഹീത്താ, നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാം സൂക്ഷ്മമായി ചൂഴ്ന്നറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. ആ ആശയത്തിലും ഖുർആനിൽ കാണാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഏതൊരു കാര്യവും, അത് പ്രകടമായതാവട്ടെ രഹസ്യമായതാവട്ടെ പകലിലുള്ളതാവട്ടെ വെളിച്ചത്തിലുള്ളതാവട്ടെ ഇരുട്ടിൽ രാത്രിയിലുള്ളതാവട്ടെ എല്ലാം ഒരുപോലെ അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. നോക്കൂ, സൂറത്ത് ഇബ്രാഹിമിലെ 38-ാമത്തെ ആയത്തിൽ റബ്ബനാ ഇന്നക തഅലമു മാ നുഖ്ഫി വമാ നുഅ്ലിൻ, അല്ലാഹുവിൻ്റെ ഇൽമിനെ പറ്റി പറയാണ്, ഞങ്ങളുടെ റബ്ബേ നീ ഞങ്ങൾ ഗോപ്യമായി വെക്കുന്നതും ഗോപ്യമായി ചെയ്യുന്നതും പ്രകടമായിട്ടുള്ളതെല്ലാം നീ അറിയുന്നവനാണ്. വമാ യഖ്ഫാ അലല്ലാഹി മിൻ ഷൈഇൻ ഫിൽ അർളി വലാ ഫിസ് സമാ, ആകാശത്തിലാവട്ടെ ഭൂമിയിലാവട്ടെ
അള്ളാഹു അറിയാതെ ഒരു കാര്യവും മറച്ചു വെക്കാൻ ഒരാൾക്കും സാധിക്കില്ല. സൂറത്തുൽ ഗാഫിറിലെ 19-ാമത്തെ ആയത്തിൽ നോക്കൂ, യഅലമു ഖായിനതൽ അയുനി വമാ തുഖ്ഫി സുദൂർ. കണ്ണിന്റെ കട്ടുനോട്ടം അള്ളാഹു സുബ്ഹാനഹു വതആല അറിയും. നെഞ്ചുകളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് എന്താണോ അതും അള്ളാഹു സുബ്ഹാനഹു വതആല അറിയും. ഒരാൾ ഒരു കൂട്ടത്തിൽ ഇരിക്കുകയാണ്, അപ്പൊ എന്തെങ്കിലും ഹറാമായതിലേക്ക് നോക്കാൻ ആ കൂട്ടത്തിലുള്ള ആളുകൾ ഒന്നും അറിയാതെ അവൻ കണ്ണെടുത്ത് കട്ടുനോട്ടം നോക്കിയാൽ അത് അള്ളാഹു അറിയുന്നവനാണ്. ഓരോ ആളുടെയും ഉള്ളിലുള്ള അവൻ്റെ നിയ്യത്തുകൾ, അവൻ്റെ ഉദ്ദേശങ്ങൾ, അവൻ്റെ ഉള്ളിലുള്ളത് വരെ അള്ളാഹു തആല അറിയുന്നവനാണ്. അള്ളാഹുവിൻ്റെ അറിവ് പറഞ്ഞാൽ അങ്ങേയറ്റം വിശാലമായിട്ടുള്ളതാണ്. പർവ്വതങ്ങളുടെ ഭാരവും സമുദ്രങ്ങളിലെ വെള്ളത്തിൻ്റെ അളവും മരുഭൂമിയിലെ മണൽത്തരികളുടെ എണ്ണവും കാട്ടിലുള്ള ഇലകളുടെ എണ്ണവും അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഒന്നും തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അറിവിൽ നിന്ന് പുറത്തു പോവുകയില്ല. ധാരാളം ആയത്തുകൾ ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്ന ധാരാളം ആയത്തുകൾ ഖുർആനിലുണ്ട്. അതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മനുഷ്യൻ്റെ അഥവാ നാം ഓരോരുത്തരുടെയും നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളെയും നമ്മുടെ ഉദ്ദേശങ്ങളെയും എല്ലാം കൃത്യമായി അറിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. സൂറത്തു ഖാഫിലെ 16-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. നാം മനുഷ്യനെ സൃഷ്ടിച്ചു, നമുക്കറിയാം ഓരോ മനുഷ്യനും അവൻ്റെ ഉള്ളിൽ അവൻ ചിന്തിക്കുന്ന വസ്വസുകൾ, അവൻ്റെ ഉള്ളിലുള്ള ചിന്തകൾ നമുക്കറിയാം. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. നാം അവൻ്റെ കണ്ടനാടിയേക്കാൾ, ഒരു മനുഷ്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അവൻ്റെ ഒരു കണ്ടനാടിയേക്കാൾ ഞാൻ അവനോട് അടുത്തവനാണ് എന്ന് പറഞ്ഞു കാണാം. അതുപോലെ സൂറത്തുൽ ബഖറയിലെ 235-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ ഉള്ളിലുള്ളത് വരെ അറിയുന്നവനാണ്. അപ്പോൾ നമുക്ക് ആളുകൾക്ക് മുമ്പിൽ നമ്മുടെ ഉള്ളിൽ എന്താണ് ചിന്തിക്കുന്നത് എന്നോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്താണ് വിചാരിക്കുന്നത് എന്നോ ഒന്നും അറിയാത്ത രീതിയിൽ നമുക്ക് ആളുകളുടെ മുമ്പിൽ നിൽക്കാം. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുമ്പിൽ നമുക്കതിന് സാധിക്കില്ല. സൂറത്തുൽ ബഖറയിൽ 235-ാമത്തെ ആയത്തിൽ അത് പറഞ്ഞുകൊണ്ട് അള്ളാഹു താക്കീത് ചെയ്യാണ്, വഅലമു അന്ന അല്ലാഹ യഅലമു മാ ഫി അൻഫുസികും ഫഹ്ദറൂഹു. നിങ്ങൾ മനസ്സിലാക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് അറിയാം നിങ്ങളുടെ ഉള്ളിൽ എന്താണുള്ളത് എന്ന്. ഫഹ്ദറൂഹു, നിങ്ങൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാം. അതുപോലെ സൂറത്തുൽ ബഖറയിലെ 77-ാമത്തെ ആയത്തിൽ അവലാ യഅലമൂന അന്ന അല്ലാഹ യഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. അവർക്കറിയില്ലേ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് അറിയാം അവർ ഗോപ്യമായി വെക്കുന്നതും അവർ പ്രകടമായി ചെയ്യുന്നതുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് അറിയാം എന്നവർക്കറിയില്ലേ. സൂറത്തുൻ നഹ്ലിലെ 19-ാമത്തെ ആയത്തിൽ കാണാം, വല്ലാഹു യഅലമു മാ തുസിറൂന വമാ തുഅ്ലിനൂൻ. നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അള്ളാഹുവിനറിയാം. അങ്ങനെ തുടങ്ങി ധാരാളം ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഇൽമിനെ പറ്റി പരാമർശിക്കുന്നത് കാണാം. അപ്പോൾ ഒരു കർമ്മമോ അല്ലെങ്കിൽ നമ്മുടെ ഉദ്ദേശമോ ചിന്തയോ ഒന്നും തന്നെ അള്ളാഹു അറിയാതെ നമുക്കുണ്ടാവുകയില്ല. അള്ളാഹു അറിയാതെ നമ്മൾക്ക് ഉണ്ടാവുകയില്ല. ഇനി ആകാശഭൂമികൾക്കകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് എന്ന നിലക്ക് ഖുർആനിലെ ആയത്തുകൾ കാണാം. സൂറത്തുൽ ഹുജറാത്തിലെ 18-ാമത്തെ ആയത്തിൽ ഇന്നല്ലാഹ യഅലമു ഗൈബസ് സമാവാതി വൽ അർദ് വല്ലാഹു ബസീറും ബിമാ തഅമലൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശഭൂമികളിലെ ഗൈബ്, അദൃശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ പ്രവർത്തിക്കുന്നത് നോക്കിക്കാണുന്നവനാണ്. അതുപോലെ സൂറത്തുൽ ഹുജറാത്തിലെ തന്നെ 16-ാമത്തെ ആയത്തിൽ വല്ലാഹു യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. ആകാശത്തുള്ളതും ഭൂമിയിലുള്ളതും അള്ളാഹു അറിയുന്നു എന്ന് പറഞ്ഞ് ധാരാളം ആയത്തുകളിൽ അള്ളാഹുവിൻ്റെ ഇൽമിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് പുറത്തു പോയിക്കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇത് ഏറ്റവും വലിയൊരു താക്കീതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഏറ്റവും വലിയൊരു താക്കീതാണ്. പണ്ഡിതന്മാർ പറയാറുള്ളത്, അജ്മഅൽ ഉലമാ അലാ അന്നഹു അക്ബർ വാഇലിൻ വഅലമു ജാജിറിൻ നസല മിനസ് സമാഇ ഇലൽ അർദ്. അള്ളാഹു എല്ലാം അറിയുന്നവനാണ് എന്നുള്ളത് ഏറ്റവും വലിയ താക്കീതാണ് എന്നാണ്. ആകാശത്ത് നിന്ന് ഭൂമിയിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും വലിയ താക്കീതിൽപ്പെട്ടതാണ് അള്ളാഹു എല്ലാം അറിയുന്നു. മുഹമ്മദ് അൽ അമീൻ അശ്ശൻഖീതി റഹിമഹുല്ലാ അത് മനസ്സിലാക്കാൻ ഒരു ഉപമ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു നാടുണ്ട്, ആ നാട്ടിൽ വളരെ ഉപദ്രവിക്കുന്ന, വളരെ കഠിനമായി ശിക്ഷിക്കുന്ന രാജാവുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ജീവിക്കുന്ന ഒരു നാട്ടിൽ ആ രാജാവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആ രാജാവിൻ്റെ കീഴിലുള്ള ആളുകൾ അവരേതൊരു കാര്യം ചെയ്യുന്നുണ്ട് എങ്കിലും അവരേതൊരു കാര്യം പ്രവർത്തിക്കുന്നുണ്ട് എന്നെങ്കിലും ആ രാജാവിന് അറിയാം എന്ന് ഉറപ്പാണ്. ഇപ്പം നമ്മൾ നാട്ടിൽ ജീവിക്കുകയാണ്, നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ നമ്മൾ പ്രജകളാണ്. അപ്പോൾ ഒരു രാജാവുണ്ട്, ആ രാജാവിന് ആ പ്രജകൾ ചെയ്യുന്ന എല്ലാ കാര്യവും മനസ്സിലാകും, അറിയും എന്നൊരവസ്ഥയുണ്ട് എങ്കിൽ ആ നാട്ടിലെ ആ പ്രജകൾ ആ രാജാവിൻ്റെ നിയമം അനുസരിച്ചിട്ടല്ലേ ജീവിക്കുള്ളൂ. അതിനെന്തെങ്കിലും എതിർത്ത് ചെയ്യാൻ നിൽക്കുമോ? ഇല്ല, എന്തായാലും പേടിച്ചിട്ട് അതുപോലെ നിൽക്കുള്ളൂ. ഇവിടെ ആകാശഭൂമികളെ റബ്ബായിട്ടുള്ള ഏറ്റവും വലിയ മലിക്കായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം അള്ളാഹുവിൻ്റെ നിയമങ്ങളനുസരിച്ച് ജീവിക്കണം. നമ്മൾ യഥാർത്ഥത്തിൽ ഭൗതികമായിട്ടുള്ള നമ്മൾ നേരിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങളെ നമ്മൾ സൂക്ഷിക്കും. ഇപ്പോൾ ഓരോ സ്ഥലത്ത് ക്യാമറ ഉണ്ട്, ഇപ്പോൾ ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ഇല്ല, ഈ ക്യാമറ ഉള്ള ഭാഗത്ത് നമ്മൾ മാറിപ്പോകും ചില ആൾ. അല്ലെങ്കിൽ ഇപ്പോൾ ക്യാമറ ഉണ്ടെന്ന് വിചാരിച്ച് ഹെൽമെറ്റ് ഇട്ട് കിടക്കുന്ന ആളുകളുണ്ട്. എന്താണ്, അവരുടെ അത് പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടം കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ പണം കൊടുക്കേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അവരറിയും, ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അറിയും എന്നുള്ള പേടി കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അതിൽ നിന്ന് ഒഴിവാകാൻ നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് അള്ളാഹുവിനെ ധിക്കരിക്കാൻ സാധിക്കുക? അള്ളാഹു സുബ്ഹാനഹു വ തആല അലീമാണെന്ന് മനസ്സിലായ ഒരാൾക്ക് എങ്ങനെയാണ് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാതിരിക്കാനോ അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ചെയ്യാനോ സാധിക്കുക? യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കണക്കാക്കേണ്ട മുറപ്രകാരം കണക്കാത്തത് കൊണ്ടാണ് അതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇനി അള്ളാഹുവിൻ്റെ ഇൽമിനെ പറ്റി പറയുന്നിടത്ത് മഫാത്തിഹുൽ ഗൈബ്, ഗൈബിയായിട്ടുള്ള അദൃശ്യമായ കാര്യങ്ങളുടെ താക്കോലുകൾ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അത് അള്ളാഹു മാത്രമേ അറിയുകയുള്ളൂ എന്ന് എടുത്തു പറഞ്ഞ ആയത്തുകൾ കാണാം. സൂറത്തുൽ അൻആമിലെ 59-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പറയാണ്, വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാഹു, അള്ളാഹുവിൻ്റെ അടുക്കലാണ് ഗൈബിയായിട്ടുള്ള അദൃശ്യമായ ജ്ഞാനത്തിൻ്റെ താക്കോലുകൾ ഉള്ളത്. അള്ളാഹു അല്ലാതെ ഒരാളും അതറിയുകയില്ല. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, കടലിലുള്ളതും കരയിലുള്ളതും അള്ളാഹു അറിയുന്നു. വമാ നസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, ഒരു മരത്തിൽ നിന്ന് ഒരു ഇല വീഴുന്നുണ്ട് എങ്കിൽ അതെപ്പോൾ വീഴണം, എവിടെ വീഴണം, എങ്ങനെ വീഴണം എന്നതിനെ കുറിച്ചെല്ലാം കൃത്യമായ അറിവുള്ളവനാണ് അല്ലാഹു തആല. വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാതിൽ അർളി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, ഭൂമിയിലെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഉണങ്ങിയതോ അല്ലെങ്കിൽ പച്ചയായിട്ടുള്ള ഒരു വിത്ത് അത് എവിടെയാണ് കിടക്കുന്നത്, അതിനെന്ത് മാറ്റമാണ് വരുന്നത് എന്ന് കൃത്യമായി അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. സൂറത്തുൽ ലുഖ്മാനിലെ 34-ാമത്തെ ആയത്തിലും അല്ലാഹു പറയുന്നുണ്ട്, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, അള്ളാഹുവിൻ്റെ അടുക്കലാണ് അന്ത്യനാൾ എപ്പോൾ സംഭവിക്കുമെന്നുള്ള അറിവ്. ഒരാൾക്കും അതിനെക്കുറിച്ച് അറിയില്ല. ഒരു മലക്കിനോ ഒരു നബിക്കോ അന്ത്യനാൾ എന്നാണ് സംഭവിക്കുക എന്നതിനെ കുറിച്ച് അറിവില്ല. അള്ളാഹുവിന് മാത്രമേ അത് അറിയുകയുള്ളൂ. വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം, എപ്പോഴാണ് മഴ വർഷിക്കേണ്ടത് മഴ വർഷിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള അറിവ് അള്ളാഹുവിൻ്റെ അടുക്കലാണ്. ഒരു ഗർഭപാത്രത്തിൽ ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ അതെങ്ങനെയായിരിക്കണം, അതാണാകണോ പെണ്ണാകണോ, അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും കൃത്യമായി സൂക്ഷ്മമായി അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദൻ, ഒരാൾക്കും തന്നെ അറിയില്ല നാളെ അവൻ എന്താണ് നേടാൻ പോകുന്നത് എന്ന്. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്, ഒരാൾക്കും അറിയില്ല നാളെ അവൻ എവിടെ പോയിട്ടാണ് മരിക്കുക എന്ന്. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, അള്ളാഹു എല്ലാം അറിയുന്നവനും എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കലാണ് ഇതുപോലെ ഗൈബിയായിട്ടുള്ള മനുഷ്യൻ്റെ അറിവ് എന്നുള്ളത് പരിമിതമാണ്. മനുഷ്യന് അറിയുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ അറിയാത്ത കാര്യങ്ങളാണ്. മനുഷ്യൻ എത്ര അറിവുള്ളവനായി മാറിയാലും അവന് അറിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ എന്താണ്, അവൻ അറിയാത്ത കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും വലിയ താക്കീതായിട്ടാണ് ഉലമാക്കൾ അതിനെ പറഞ്ഞിട്ടുള്ളത്. കാരണം എത്ര ആയത്തുകളിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. അപ്പോൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ഏറ്റവും മതിയായിട്ടുള്ള ഏറ്റവും വലിയ താക്കീതും ഏറ്റവും വലിയ ഉപദേശവും അതാണ്. ഉലമാക്കൾ പറഞ്ഞത് കാണാം, ഫയംബഗി അലൈനാ ജമീഅൻ അൻ നഅ്തബിറ ബിഹാദ الزاجر الأكبر, ഈ വലിയ താക്കീത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. വൽവാഇലുൽ അഅ്ലം, ഏറ്റവും മഹത്തരമായ ഉപദേശവും. വഅന്നാ ലാ നൻസാഹു ലിഅല്ലാ നുഹ്ലിക അൻഫുസനാ, നമ്മൾ സ്വന്തത്തെ നശിപ്പിക്കാതിരിക്കാൻ കൃത്യമായി ഈ കാര്യത്തെ ഓർക്കുകയാണ് വേണ്ടത് എന്ന് ഉലമാക്കൾ പറഞ്ഞത് കാണാം. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ്
അദ്ദേഹത്തിന്റെ ഷറഹ് കലിമത്തുൽ ഇഖ്ലാസ് എന്നുള്ള റിസാലയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ചില സലഫുകൾ ഒരിക്കൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ടു. അവരിങ്ങനെ അന്യ സ്ത്രീ സംസാരിക്കുന്നത് കണ്ടു. അപ്പോൾ അവർ പോകുന്ന വഴിക്ക് പറഞ്ഞു, ഇന്നല്ലാഹ യറാകുമാ, അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ട്, സതറന അല്ലാഹു വ ഇയ്യാകുമാ, നമ്മളെയും നിങ്ങളെയും അള്ളാഹു മറച്ചു വെക്കട്ടെ എന്ന് പറഞ്ഞത് കാണാം. അതായത് എത്ര രഹസ്യമായാലും എത്ര ഒറ്റപ്പെട്ട പ്രദേശമാണെങ്കിലും ആരും നമ്മളെ അറിയില്ല എന്ന് നമ്മൾ ഉറപ്പ് വെച്ചാലും അള്ളാഹുവിൻ്റെ കാഴ്ചയിൽ നിന്നോ അള്ളാഹുവിൻ്റെ കേൾവിയിൽ നിന്നോ അള്ളാഹുവിൻ്റെ അറിവിൽ നിന്നോ നമുക്ക് ഒഴിവാകാൻ സാധിക്കുകയില്ല. അള്ളാഹു പറഞ്ഞ ഈ ആയത്ത് ഒന്നുകൂടി നമ്മൾ ആലോചിക്കണം. യഅലമു ഖായിനതൽ അഅ്യുനി വമാ തുഖ്ഫിസ് സുദൂർ, കണ്ണിൻ്റെ കട്ടുനോട്ടം അറിയുന്നവനാണ് അവൻ, നെഞ്ചുകളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് അറിയുന്നവനാണ് അവൻ. എന്നിട്ട് ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്, ഫീ മഅനൽ ആയ, ഈ ആയത്തിന്റെ ആശയത്തിൽപ്പെട്ടതാണ്, യുഖ്ബിറു തആല അൻ ഇൽമിഹി താം അൽ മുഹീതു ബിജമീഇൽ അഷ്യാ, അല്ലാഹു തആല അവന്റെ പരിപൂർണമായ എല്ലാ കാര്യത്തെയും ചൂഴ്ന്നറിയുന്ന അറിവിനെ പറ്റി അറിയിക്കുകയാണ്. ജലീലിഹ വ ഹഖീരിഹ, അതിൽ ഏറ്റവും വലുതാവട്ടെ നിസ്സാരമായതാവട്ടെ, സഗീരിഹ വ കബീരിഹ, ചെറുതാവട്ടെ വലുതാവട്ടെ, ദഖീഖിഹ വ ലതീഫിഹ, എത്ര ഗോപ്യമായതാവട്ടെ, ലിയഹ്ദിറന്നാസ് ഇൽമഹു ഫീഹിം, അതിനെക്കുറിച്ചുള്ള അറിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യുകയാണ് ജനങ്ങളെ. ഫയസ്തഹ്യു മിനല്ലാഹി ഹഖൽ ഹയാ, എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിനെ ലജ്ജ കാണിക്കേണ്ട മുറപ്രകാരം ലജ്ജിക്കാൻ വേണ്ടി. വയത്തഖൂ ഹഖ്ഖത് തഖ്വ, അള്ളാഹുവിനെ തഖ്വ ചെയ്യേണ്ട മുറപ്രകാരം തഖ്വ ചെയ്യാൻ വേണ്ടി. വയുറാഖിബൂഹു മുറാഖബതൻ മൻ യഅലമു അന്നഹു യറാ, അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നോക്കുന്നുണ്ട് എന്നുള്ള അറിവ് ഉണ്ടാവാൻ വേണ്ടി. ഫഇന്നഹു തആല യഅലമുൽ ഗൈനൽ ഖായിന, ഒരു കണ്ണ് കട്ട് നോക്കുന്നത് ആ കണ്ണിന്റെ കാഴ്ചയെ അറിയുന്നവനാണ് അവൻ. വഇൻ അബദത് അമാന വയഅലമു മാ തൻതഫി അലൈഹി ഖബായ സുദൂർ മിൻ ളമാഇർ വസ്സറായിർ, എല്ലാ രീതിയിലുള്ള രഹസ്യവും നെഞ്ചുകളിൽ ഒളിപ്പിച്ചു വെച്ചതും എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് അറിയിക്കുകയാണ്. അപ്പോൾ അലീം എന്നുള്ള നാമം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ, അള്ളാഹുവിന് മുമ്പിൽ ലജ്ജിക്കേണ്ട മുറപ്രകാരം ലജ്ജിക്കാൻ, പാപങ്ങൾ ഒഴിവാക്കാൻ, നന്മകൾ ചെയ്യാൻ എല്ലാം പ്രോത്സാഹനമേകുന്ന വളരെ മഹത്തായിട്ടുള്ള ഒരു നാമമാണ്.